വളരെ കൂടുതൽ കുറേ 3-2 ആയത്തൊക്കെ ഓതിയിട്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിനെ വെല്ലുവിളിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ടല്ലോ, അവർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാന്ന് അവരോട് പറയണം, അല്ലാതെ ശരിയാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിത് തിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ ചുഴലി അബ്ദുൽ മുസ്ലിയാറുണ്ടല്ലോ, ഇയാൾ പറയുന്നത് ഞങ്ങൾ അനുകൂലിക്കില്ലെന്ന് അവർ പറയണം. അതല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ പറ്റി എന്നെ നാവെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും ഭാവിയിൽ. കാരണം ഇത് ഇവിടെ ഒരാളെ കാഫിർ എന്ന് പറയണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് ഒരാളെ കാഫിർ എന്ന് പറയണമെങ്കിൽ അത്രയ്ക്കും എത്തിയ ആ രൂപത്തിലായിരിക്കണം, അതിൻ്റെ കാരണം യഥാർത്ഥമായിരിക്കണം. അതല്ലാതെ കണ്ട് ഒരുത്തൻ പറഞ്ഞാൽ ഒരുത്തനെ കാഫിർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ അന്നേരം തന്നെ കാഫിറായി എന്നാണ്. ആ കണക്കിനാണെങ്കിൽ ഈ ചൊയ്ലി അബ്ദുൽ മുസ്ലിയാറുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇപ്പോൾ കാഫിർ അയാളായി എന്നതിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ റസൂൽ കളവ് പറയുമോ? അല്ലെങ്കിൽ ഈ ചൊയ്ലി അബ്ദുൽ മുസ്ലിയാറിന്